കൊല്ലം നഗരസഭയിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. നഗരസഭാ പരിധിയിലെ മാലിന്യ സംസ്കരണം പരാജയപ്പെട്ടുവെന്നാരോപിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. കണ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, അവിടെ കോർപ്പറേഷനിലേക്ക് ചാണകമെറിയുക, മാലിന്യം മേയർക്ക് കൈമാറുക തുടങ്ങിയ പ്രതിഷേധ പരിപാടികളാണ് ബി.ജെ.പി. ആവിഷ്കരിച്ചത്. എങ്ങനെയാണ് സംഘർഷത്തിലേക്ക് എത്തിയത്? ഇന്ന് രാവിലെ 11 കൂടിയാണ് മാധു ബി.ജെ.പി. പ്രവർത്തകർ കൊല്ലം കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ചിന്നക്കടയിൽ നിന്ന് മാർച്ച് ആരംഭിച്ചു. കോർപ്പറേഷന്റെ ഏതാണ്ട് 100 മീറ്റർ അകലെ വെച്ച് പോലീസ് ഈ പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. എന്നാൽ ബാരിക്കേഡ് തകർത്തുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തകർ ഈ കോർപ്പറേഷൻ മുന്നിലേക്ക് വന്നു. വനിതാ പ്രവർത്തകർ അടക്കമുണ്ടായിരുന്നു. തൊട്ട് സമീപത്ത് ഒരു ബാങ്കിന്റെ ശാഖയുണ്ട്. ആ ശാഖയുടെ മതിൽ ചാടിക്കടന്ന് കുറേയേറെ പ്രവർത്തകർ കോർപ്പറേഷൻ മുന്നിലേക്കായി എത്തി. അങ്ങനെയാണ് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ആദ്യം എത്തിയ പ്രവർത്തകർ കോർപ്പറേഷനുള്ളിലേക്ക് ചാക്കിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന ചാണകം എറിഞ്ഞു. തൊട്ടു പിന്നാലെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ബി.ജെ.പിയുടെ ഇവിടുത്തെ കൗൺസിലറായിട്ടുള്ള ശൈലജ അടക്കമുള്ള വനിതാ പോലീസുമായി തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തൊട്ടു പിന്നാലെ കൂടുതൽ പുരുഷ പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റം ഉണ്ടാവുകയുമായിരുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവ് വി രാജേഷ് അടക്കമുള്ള ആൾക്കാരാണ് ഇവിടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ഇതിൽ പ്രധാനമായും പറയുന്ന ആരോപണം കൊല്ലം കോർപ്പറേഷനിലൂടെ മൂക്ക് പൊത്താതെ നടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. പലതരത്തിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. പലയിടങ്ങളിലും മാലിന്യം കുമിഞ്ഞുകൂടുകയാണ്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ തെരുവുനായ്ക്കൾ വളർന്ന് തെരുവുനായുടെ കടിയേറ്റ് കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ പോവുകയാണ്. അതിൻ്റെ ഒരു ശാസ്ത്രമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം. പലകുറി പരാതികൾ പറഞ്ഞിട്ടും യാതൊരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. കൊല്ലം കോർപ്പറേഷന്റെ മുന്നിൽ വെച്ച് ആ ഗേറ്റ് അടച്ചുകൊണ്ട് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഉദ്ഘാടന പരിപാടി നടക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ്. വി രാജേഷ് ഉദ്ഘാടന പരിപാടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്കരണം വിജയകരമല്ലാതെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ബി.ജെ.പിയുടെ പ്രതിഷേധമുണ്ടായത്. അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.